സോഫിയ ഖുറൈഷി. ഈ പേര് നമ്മൾ പലയാളും എന്നെപ്പോലെ, എൻ്റെ കാര്യം ഞാൻ പറയാം, ഈ അടുത്ത് കേൾക്കാൻ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതായിരിക്കും. പക്ഷേ അദ്ദേഹം കുറച്ച് നാളുകളായി നമ്മുടെ ഇന്ത്യൻ നേവിയിലുണ്ട്, പട്ടാളത്തിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പഹൽഗാം എന്ന് പറയുന്ന സംഭവത്തിന് ശേഷമാണ് സിന്ദൂരം മാലിന് പോയ സഹോദരിമാരുടെ സിന്ദൂരത്തിന് പകരമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിട്ടപ്പോൾ ആ ഗണത്തിൽ മുന്നിൽ തന്നെ ഒരു പേര് കണ്ടു നമ്മൾ, അല്ലേ? ആ പേരാണ് സോഫിയ ഖുറൈഷി. പറയാൻ കാരണം പലപ്പോഴും ഇന്ത്യൻ ആർമിയിൽ, ഇവിടെ ഒന്നും കൂടി ആവർത്തിക്കാമാണ്, നമ്മുടെ ഈ നടക്കുന്ന യുദ്ധം, പലപ്പോഴും ഈ യുദ്ധങ്ങൾ പോലും ഒരു വർഗീയവൽക്കരിക്കുന്നതിലേക്ക് എത്തിക്കപ്പെടാറുണ്ട്. എന്താണ് അതുകൊണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ കഴിയും. ഇതൊരു ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ യുദ്ധമല്ല, ഒരു മതങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ആദ്യം തന്നെ പറഞ്ഞു വെക്കാണ്, നമ്മുടെ രാജ്യം, ഈ രാജ്യത്തിന് ആരെങ്കിലും കയറി വന്നാൽ വിട്ടുകൊടുക്കില്ല. ഇവിടെ എല്ലാവരും ഒന്നാണ്. അത് പാകിസ്ഥാനിലെ ഏത് രാജ്യക്കാർ വന്നാലും നമ്മുടെ രാജ്യത്തോട്ട് വന്നാൽ പ്രതികരിക്കും, പ്രതിരോധം തീർക്കും, വേണമെങ്കിൽ തിരിച്ചടിക്കും. അത് നമ്മുടെ ഒരു കടമയാണ്. ഇതെല്ലാം അവിടെ ഇരിക്കട്ടെ. പിന്നെ എന്താണ്, മദ്രസ പാഠപുസ്തകത്തിൽ ആരിഫ് ഹുസൈൻ അച്ചങ്ങായി വേറൊന്ന് പറഞ്ഞു, മുസ്ലിമീങ്ങളുടെ പട്ടാളത്തിൽ ആർമിയിൽ ചേരാൻ പാടില്ല, മദ്രസ പാഠത്തിൽ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? അവനോട് ആദ്യം ഞാൻ വെല്ലുവിളിക്കാണ്, ഏത് പാഠപുസ്തകത്തിലാണ്, ഏത് പാഠത്തിലാണ്, ഏത് വിഷയത്തിലാണെന്ന് പറയുന്നൊന്ന് പറയണം. എന്നാൽ സോഫിയ ഖുറൈഷി നമുക്കറിയാം, അതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ സമയത്ത് ഇതൊക്കെ പറയാൻ പറ്റും, അവസരോചിതമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയും. സോഫിയ ഖുറൈഷി നല്ല ഒരു മുസ്ലിമത്തായ പെണ്ണാണ്, ഇസ്ലാം മത വിശ്വാസിയാണ്. സോഫിയ ഖുറൈഷിയുടെ വെല്ലുപ്പ ഇന്ത്യൻ ആർമി ഓഫീസറാണ്. അതുപോലെ പിതാവ് മതകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ്, ഓഫീസറാണ് എന്ന് കാണാൻ പറ്റും. ഇത് പറയാൻ കാരണം, ഇതൊന്നും അറിയാതെ ഈ രാജ്യത്തിനെ ഏതെല്ലാം രീതിയിൽ നമ്മളെ പരമാവധി കുട്ടിച്ചോറാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാൻ പറ്റുമോ, അതിനുള്ള പണിയെടുക്കുന്നവരെ ഒറ്റപ്പെടുത്തണം. അത് നമ്പിലുള്ളവരാണെങ്കിലും ശരി, ആരിഫാണെങ്കിലും ശരി, ആര് തന്നെയാലും ശരി. ഏതായാലും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ജവാന്മാർക്കും ഭടന്മാർക്കും നല്ലൊരു നാളുകൾ നേരട്ടെ, അവർക്ക് എല്ലാ വിജയവും ജഗദീശ്വരൻ പടച്ചിറപ്പ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം.